എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹ് ആരാണെന്ന് നിനക്കറിയോ? നീ വിശ്വസിച്ചിരിക്കുന്ന റബ്ബാരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി തങ്ങൾ തയ്യാറെടുക്കുമ്പോ ശപിക്കപ്പെട്ട ഇബ്ലീസ് പോയി പറയുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, ഇത് അവസാനത്തെ ചാൻസാണ്. മുഹമ്മദ് രക്ഷപ്പെട്ട ഇനി നിനക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം, കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം. ഇബ്ലീസ് നടന്നു പറയുകയാണ്. ശത്രുക്കൾ മുഴുവനും ഇളകുകയാണ്. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യോദ്ധാക്കൾ ഉരി പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളയുകയാണ്. ആരുടെ കയ്യിൽ കിട്ടുന്നോ കൊന്നുകളയണം. ആരുടെ മുന്നിലാണോ മുഹമ്മദ് വന്ന് പെടുന്നത് ഒന്നും നോക്കണ്ട, കൊന്നുകളയണം. വീട് വളയുകയാണ്, വീട് വളയുകയാണ്. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് റസൂലുള്ളാഹി തങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ, ശത്രുക്കൾ വീട് വളർന്നിരിക്കുകയാ. ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുമോ? അലിയാര് തങ്ങൾ പറഞ്ഞ്, എനിക്കെന്ത് പേടി നബിയേ, അങ്ങ് പറഞ്ഞാ ഞാൻ കടക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയോ. അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ, അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ. ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിന് മുമ്പ്, അങ്ങ് വാതിൽ തുറക്കുന്നതിന് മുമ്പ് താഴെ കിടക്കുന്ന ഒരു പിടി മണ്ണ് വാരണം നബിയേ. കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് ഓതണം, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്ത് ഓതിയിട്ട് ആ വാരിയ മണ്ണിനകത്ത് ഊതണം നബിയേ. നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുക്ക, വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയിട്ട് ഈ മണ്ണിൽ ഊതണം. എന്നിട്ട് വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് പൊക്കോണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി മണ്ണുവാരി ഈ ആയത്ത് ഓതിയിട്ട് വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും എറിഞ്ഞിട്ട് ചങ്കൂറ്റത്തോടെ അവന്മാരുടെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഇറങ്ങിപ്പോയി മഹാനായ നബിയിന റസൂലുള്ളാഹി. ആറ്റം പോകുമ്പോൾ AK-47 ഒന്നും അല്ല ജിബ്രീൽ കൊണ്ടു കൊടുത്തത്. എടോ ചങ്ങാതി, എടാ ഇവന്മാരുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നിന്റെ കാൽച്ചുവട്ടിൽ കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ. എടാ, ഒരു 5 നേരം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണ ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് മതിയടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങൾ ഇറങ്ങിപ്പോയി അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ. ഇതൊന്നും കഥയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി. അബൂബക്കർ തങ്ങൾ കാത്തു നിന്നു. യാത്ര തുടങ്ങി. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയ്ക്ക് തൊളിച്ചിരിക്കുക. മുത്തുനബി അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടന്നിട്ടു സുഖമായിട്ട് ഉറങ്ങാ. പടച്ചോനെ, അബൂബക്കർ തങ്ങളിരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വിറയ്ക്കാൻ തുടങ്ങി. മുത്തുനബി ഞെട്ടിയുണർന്നു. എന്തേ അബൂബക്കറെ? നബിയെ, മുകളിലേക്ക് നോക്ക്. ശത്രുതോ ഗുഹയുടെ മുകളിൽ വന്നു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഓനെങ്ങാണം കാലിലേക്ക് നോക്കിയാൽ, ഓനെങ്ങാണം ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ 2 പേരെയും പിടിക്കും, നമ്മളെ കൊല്ലും നബിയെ. നബിതങ്ങളിരുന്ന് ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരുന്ന് ചിരിക്കുക. എന്താ നബിയെ ചിരിക്കണേ? അബൂബക്കറെ, ഖിയാമത്ത് നാള് വരെയുള്ള സർവ്വ മുസ്ലിമിനും മുത്തുനബി പഠിപ്പിച്ചു തന്ന ഉപദേശമാ അല്ലാഹ് ആരാണെന്ന് പഠിക്കാൻ. അബൂബക്കറെ, നമ്മൾ 2 പേരും മാത്രമല്ല, ഈ ഗുഹയ്ക്കകത്ത് 3-മതൊരാളുണ്ട്.
ഞാനും നീയും മാത്രമല്ല അബൂബക്കറെ, മൂന്നാമതൊരാളുണ്ട്. ആരെന്നറിയോ? എന്നെയും നിന്നെയും പടച്ച അല്ലാഹ്. നമ്മളെ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹ് ഉണ്ട് മൂന്നാമൻ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആ അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? മുത്തുനബി ചോദിക്കട, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഞാനും നിങ്ങളോട് ചോദിക്കണേ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് സഹോദര. മുത്തുനബി പഠിപ്പിക്കുകയാ, അബൂബക്കറെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ. അവന്റെ കാലിലേക്ക് അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളൊക്കെ ഇപ്പോഴേ വരണ്ട് നടക്ക, ഉസ്താദെ നാട് വിടണം, വീട് പോകും, കട പോകും, പള്ളി പോകും. പോട്ടട ചങ്ങാതി, പോകേണ്ടതൊക്കെ പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലവാന്ന്? എടാ ഓസിന്. അതുകൊണ്ടാണ് ഇമാം മഹാനവറുകളുടെ ചരിത്രം, റിഫായി ഷെയ്ഖിന്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്, റിഫായി ഷെയ്ഖ് ഒരിക്കൽ യാത്ര ചെയ്തിട്ട് ഒന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി. ബാത്റൂമിന്റെ മുന്നിൽ ഒരാൾ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറയാ പൈസ തരാൻ, അകത്ത് കയറണമെങ്കിൽ പൈസ തരാൻ. മഹാനവറുകൾ കരയാൻ തുടങ്ങി. ആ സാധു വിചാരിച്ചു പൈസ ഇല്ലാത്തോണ്ടാ, കയറിക്കോ, വേണ്ട, പോയി. അപ്പൊ മഹാനവറുകളോട് കൂടെയുള്ളവരൊക്കെ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? എടാ, ഈ ശൈത്താന്റെ വീടിനകത്ത് കയറണമെങ്കിൽ തന്നെ പൈസ കൊടുക്കണമെങ്കിൽ, അള്ളാടെ സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? എടാ, ഈ ദുനിയാവിലെ ശൈത്താന്റെ മൂത്രപ്പര, ഈ മൂത്രപ്പരയ്ക്കകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ? കൊടുക്കണോ? ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെ ബാത്റൂമിനകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണോപ്പാ? കൊടുക്കണ്ടേ? ഈ മൂത്രപ്പര ശൈത്താന്റെ വീടാ അത്. ഓന്റെ വീട്ടിൽ കയറണമെങ്കിൽ തന്നെ ഇവിടെ കാവൽക്കാരനും പൈസയും. എങ്കിൽ അള്ളാടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓസിന് പോകാൻ പറ്റുമോ? ഇങ്ങനെ കട്ടൻപിടി അടച്ച് നടന്നാൽ പോകാൻ പറ്റുമോ? പറ്റൂല. അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ ചാമ്പിക്കൊണ്ട് നടക്കാൻ നീയൊക്കെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ആണും പെണ്ണും ചാമ്പ സമരക്കിരിക്കണം. അങ്ങോട്ട് ഇങ്ങനെ കുറെ എണ്ണം നിരന്നിരിക്കും. ഒരുത്തം വന്നിരുന്നിട്ട് പറയും ചാമ്പിക്കോ, ചാമ്പ്, നാളെ കാണാടാ നിന്നെയൊക്കെ, നിന്നെ നാളെയൊക്കെ, നാളെ പരലോകത്ത് വെച്ച് കാണാം നമുക്ക് എല്ലാവർക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.